മക്കളെ, എല്ലാവർക്കും സൈലത്തിന്റെ മലയാളം ക്ലാസ്സിലേക്ക് സ്വാഗതം. അപ്പൊ പരീക്ഷയിൽ ഒരുപാട് ചോദ്യങ്ങൾ നമ്മൾ കാണാറില്ലേ? 1 മുതൽ 17 വരെയാണ് മലയാളത്തിന് നമ്മൾ ക്വസ്റ്റ്യൻ പേപ്പറിൽ ചോദ്യങ്ങൾ കാണാറുള്ളത് അല്ലെ. ഇതിൽ ഏത് ചോദ്യത്തിനാണ് പ്രാധാന്യം, ഏതിനാണ് നമ്മൾ ഏറ്റവും കൂടുതൽ പ്രയോറിറ്റി കൊടുക്കേണ്ടത് എന്നൊക്കെ ഉള്ളത് വലിയൊരു സംശയമായിരിക്കും. ഏതാണ് ആദ്യം എഴുതേണ്ടതെന്നൊക്കെ ചോദിക്കാറുണ്ട് അല്ലെ. അപ്പൊ ടീച്ചറൊക്കെ പഠിക്കുന്ന സമയത്ത് ടീച്ചറൊക്കെ ആദ്യം essay ചോദ്യങ്ങൾ 6 മാർക്കിന്റെ ചോദ്യങ്ങളാണ് ആദ്യം എഴുതിയിരുന്നത്. അപ്പൊ ഏത് ചോദ്യമായിരിക്കും ഏറ്റവും പ്രാധാന്യമുള്ളത്? നിങ്ങൾ ഏറ്റവും ശ്രദ്ധയോടുകൂടെ എല്ലാ ചോദ്യങ്ങളും പ്രധാനപ്പെട്ടതാണ്, എങ്കിലും കുറച്ചധികം ശ്രദ്ധയോടുകൂടെ നമ്മൾ എഴുതേണ്ട ചോദ്യഭാഗം ഏതാണെന്ന് അറിയാമോ? 4 മാർക്കിന്റെ ചോദ്യങ്ങളാണ്. ഏതാണ്? 4 മാർക്കിന്റെ ചോദ്യങ്ങളാണ് നമ്മൾ ഏറ്റവും പ്രയോറിറ്റി കൊടുത്ത് ഏറ്റവും പ്രാധാന്യത്തോടു കൂടെ നമ്മൾ എഴുതേണ്ടത്. കാരണം 4 മാർക്കിന്റെ എത്ര ചോദ്യങ്ങൾ നമുക്ക് എഴുതണം? 5 ചോദ്യങ്ങൾ അല്ലെ. അപ്പോൾ 4 മാർക്കിന്റെ 5 ചോദ്യങ്ങൾ എന്ന് പറയുമ്പോൾ ഏകദേശം എത്രയായി? 20 മാർക്കിനോളമുള്ള ചോദ്യങ്ങൾ നമ്മൾ എഴുതണം അല്ലെ. essay എത്രയാണ്? 6 മാർക്കിന്റെ 2 ചോദ്യങ്ങളാണ്. 12 മാർക്ക് essayക്ക് നമുക്ക് കിട്ടുള്ളൂ. പക്ഷെ ഷോർട്ട് essayക്കാണ് നമ്മൾ ഏറ്റവും കൂടുതൽ അല്ലെ സമയവും ചെലവഴിക്കേണ്ടത്, ഏറ്റവും കൂടുതൽ മാർക്കും ഉള്ളത് ഏതിനാണ്? ഷോർട്ട് essay ആണ്. അപ്പൊ അത് ഏറ്റവും ശ്രദ്ധയോടുകൂടെ നമ്മൾ തെരഞ്ഞെടുത്ത് അല്ലെ. ഒരു ചോദ്യം വിട്ടുപോയാൽ എന്ത് ചെയ്തു? A+ പോയി അല്ലെ. 16 കിട്ടുള്ളൂ നമുക്ക് ഷോർട്ട് essay ഭാഗത്ത് നിന്ന്. അപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യങ്ങൾ എന്ന് പറയുന്നത് 4 മാർക്കിന്റെ ചോദ്യങ്ങളാണ്. അത് 5 എണ്ണമാണോ 4 എണ്ണമാണോ എത്രയാണ് നമുക്ക് എഴുതാൻ തരുന്നത് അത്രയും എന്ത് ചെയ്യണം? പ്രാധാന്യത്തോടു കൂടെ അത്രയും ചോദ്യങ്ങൾ എഴുതണം. ഒരു ചോദ്യം പോലും വിട്ടുകളയാനും പാടില്ല. ഓക്കെ, അപ്പൊ നോക്കൂ നിങ്ങള്. അപ്പൊ ഇത് നമ്മുടെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ് അല്ലെ. അപ്പൊ ഇതില് സമയം എന്ന് പറയുന്നതും എന്താണ്? വളരെ പ്രധാനപ്പെട്ട ഒരു ഘടകമാണ് അല്ലെ. 4 മാർക്കിന്റെ ഒരു ചോദ്യത്തിന് നമ്മൾ എടുക്കുന്ന സമയത്തിനനുസരിച്ചാണ് നമ്മുടെ പരീക്ഷയുടെ മൊത്തം അല്ലെ. ആകെ നമുക്ക് 1 മണിക്കൂറും 30 മിനിറ്റുമാണ് എന്ത് ചെയ്യുന്നത് നമുക്ക് പരീക്ഷയ്ക്കുള്ളത് അല്ലെ. 90 മിനിറ്റ് എന്ന് പറയാം അല്ലെ. അപ്പൊ എങ്ങനെയാണ് നമ്മൾ ഈ ഷോർട്ട് essayക്ക് നമ്മൾ എത്ര സമയം നമ്മൾ ചെലവഴിക്കണം എന്നുള്ളതാണ്. ഷോർട്ട് essay 4 മാർക്കിനാണെന്ന് നമ്മൾ പഠിച്ചല്ലോ. 4 മാർക്കിന്റെ ഒരു ചോദ്യത്തിന് മാക്സിമം 8 മിനിറ്റ് സമയമാണ് എന്ത് ചെയ്യേണ്ടത്? നമ്മൾ മാറ്റിവെക്കേണ്ടത്. അങ്ങനെ 5 ചോദ്യങ്ങൾ നമ്മൾ എഴുതി തീരുമ്പോൾ ഏകദേശം 40 മിനിറ്റ് അല്ലെ. 40 മിനിറ്റ് സമയം എന്ത് ചെയ്യുന്നു? നമ്മളുടെ പരീക്ഷ എഴുതി തീരാൻ നമ്മൾ ഉപയോഗിക്കും 40 മിനിറ്റ് സമയം. അപ്പൊ 40 മിനിറ്റിന്റെ ഉള്ളിൽ എന്ത് ചെയ്യണം? നമ്മൾ ഈ 5 essayകളും 5 ഷോർട്ട് essayകളും എന്ത് ചെയ്യണം? നമ്മൾ എഴുതി തീരണം എന്നുള്ളതാണ് കേട്ടോ. അപ്പൊ ടീച്ചർ ഉദാഹരണമായിട്ട് നിങ്ങളുടെ കഴിഞ്ഞ എക്സാമിന് ചോദിച്ചിട്ടുള്ള ഒരു ചോദ്യം തരാം. 4 മാർക്കിന്റെ ഒരു ചോദ്യമാണ്. അപ്പൂപ്പൻ താടിയുടെ പറക്കത്തെ വിനീതമായ ഒരു ശ്രമമായി കാണണം അല്ലെ. അപ്പൂപ്പൻ താടിയുടെ പറക്കത്തെ എന്ത് ചെയ്യണം? വിനീതമായ ഒരു ശ്രമമായി കാണണം. വീണു പോകുന്നിടത്ത് സ്മാരകമായി ഉയർന്നു വന്നേക്കും ആരും അറിയാതെ നാളെ ഒരു മരം. ഏതാണ്? സ്മാരകം എന്ന് പറയുന്ന കവിതയാണ് അല്ലെ. അപ്പൊ ചോദ്യം എന്താണ്? അപ്പൂപ്പൻ താടിയുടെ ജീവിതയാത്രയെ കുറിച്ചുള്ള കവിയുടെ നിരീക്ഷണങ്ങൾ വിശകലനം ചെയ്ത് കുറിപ്പ് തയ്യാറാക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ എന്താ അവിടെ പറഞ്ഞിരിക്കുന്നത്? അപ്പൂപ്പൻ താടിയെ കുറിച്ച് ഒരു 4 മാർക്കിന്റെ ചോദ്യമോ 4-5 പോയിന്റുകൾ നിങ്ങൾക്ക് എഴുതാം. ഇനി എത്രയാണ് എഴുതേണ്ടത് എന്നുള്ളത് നമ്മളുടെ ഒരു സംശയമാണ് അല്ലെ. ഇങ്ങനെയാണ് നമ്മളുടെ ഒരു പേജ് ഉണ്ടാവുക. ആ പേജിന്റെ അരപ്പുറം അല്ലെ, 4 മാർക്കിന് അരപ്പുറത്തിലാണ് നമ്മൾ എഴുതേണ്ടത്. എഴുത്തുകാരന്റെ പേര്, കൃതിയുടെ പേര്, പിന്നെ ഒരു ഇൻട്രൊഡക്ഷൻ അല്ലെ. എന്താണ് ചോദ്യം തന്നിരിക്കുന്നത്? അതിനൊരു ഇൻട്രൊഡക്ഷൻ, പാരഗ്രാഫുകൾ തിരിച്ചിട്ടാണ് നമ്മൾ അരപ്പുറം അല്ലെ 4 മാർക്കിന്റെ ഷോർട്ട് essay ചോദ്യങ്ങൾ നമ്മൾ എഴുതേണ്ടത്. ഓക്കെ, അപ്പൊ ഇവിടെ എന്തൊക്കെയായിരിക്കും നമുക്ക് ഉത്തരമായിട്ട് വരുന്നത്? അപ്പൂപ്പൻ താടിയുടെ പറക്കത്തെ വിനീതമായ ശ്രമമായി നമുക്ക് കാണാം അല്ലെ. ലളിതമായ അപ്പൂപ്പൻ താടിയുടെ യാത്രയെ കുറിച്ച് ആവിഷ്കരിക്കുന്നു. ഒരു വിത്തിന്റെ യാത്ര എന്താണ്? മഹത്തായ ജീവിത യാത്രയായിട്ടാണ് എന്തിരിക്കുന്നത് ഇവിടെ കവി ആവിഷ്കരിച്ചിരിക്കുന്നത്. കവിയുടെ നിരീക്ഷണങ്ങളാണ് ചോദിച്ചത് കേട്ടോ. അപ്പൊ വീണു പോകുന്നിടത്ത് അതൊരു സ്മാരകമായിട്ട് എന്താണ്? ഉയർന്നു വന്നേക്കാവുന്ന അപ്പൂപ്പൻ താടിയെ കുറിച്ചാണ് പറയുന്നത് അല്ലെ. ഇല്ലാതാകുന്നില്ല, അതായത് പ്രതീക്ഷയോടുകൂടെ അല്ലെ. ചെറുതാണെങ്കിലും അതിന് ചിറകില്ലെങ്കിലും അതിന്റെ പ്രതീക്ഷയാണ് എന്ത് ചെയ്യുന്നത്? അതിനെ മുന്നോട്ട് കൊണ്ടുപോകുന്നത് അല്ലെ. അവിടെ മുളച്ചു പൊന്തി അതൊരു മരമായി അല്ലെ നാളെ ഒരു സ്മാരകമായി അത് മാറും എന്നുള്ളതാണ് കേട്ടോ. അപ്പൊ പ്രകൃതി പങ്കുവഹിക്കുന്ന ചെറിയ ജീവികളിലൂടെയുള്ള അല്ലെങ്കിൽ ചെറിയ ജീവികളുടെ വലിയ ജീവിത പാഠമാണ് എന്ത് ചെയ്യുന്നത്? ഈ ഒരു കവിതയിൽ നമ്മൾ കാണുന്നത്. അപ്പൊ വളരെ മനോഹരമായിട്ടുള്ള കവിയുടെ നിരീക്ഷണമാണ് എന്ത് ചെയ്യുന്നത്? നമ്മൾ ഈ വരികളിൽ കാണുന്നത് അല്ലെ. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഈ ഒരു ചോദ്യത്തിന് ഉത്തരമായി നമ്മൾ എഴുതേണ്ടത്. 4-5 പോയിന്റുകളൊക്കെ നമുക്ക് എഴുതാം. ഈ ഒരു പുറത്തിലൊന്നും നമ്മൾ എഴുതേണ്ട ആവശ്യമില്ല. അരപ്പുറത്തിലാണ് 4 മാർക്കിന്റെ ചോദ്യത്തിന് ഉത്തരം നമ്മൾ എഴുതേണ്ടതും കൂടെ എന്ത് ചെയ്യുക മക്കളെ ശ്രദ്ധിക്കുക. അപ്പൊ ഇങ്ങനെ ഏറ്റവും പ്രാധാന്യത്തോടു കൂടെ എല്ലാ ചോദ്യങ്ങളും പ്രധാനപ്പെട്ടതാണ്. എങ്കിലും ഷോർട്ട് essay എഴുതുന്ന സമയത്ത് എന്ത് ചെയ്യണം? ഈ സമയം അല്ലെ, സമയം പരിഗണിച്ച് അത് എഴുതുന്ന ഒരു പുറത്തിലൊക്കെ എഴുതി കഴിഞ്ഞാൽ നമുക്ക് 1.5 മണിക്കൂറിനുള്ളിൽ 40 മാർക്കിന് ചോദ്യം എഴുതി തീരുക എന്ന് പറയുന്നത് ഇമ്പോസിബിൾ ആണ് അല്ലെ. എഴുതി തീരില്ല. അപ്പൊ മാക്സിമം എന്താണ്? സമയം പരിഗണിച്ചുകൊണ്ട് സമയത്തിന്റെ ഉള്ളിൽ എന്ത് ചെയ്യുക? ഇത് എഴുതി തീർക്കാൻ വേണ്ടി ശ്രമിക്കേണ്ടതാണ്. അപ്പോൾ ഓൾ ദി ബെസ്റ്റ്, നന്നായിട്ട് പഠിക്കുക. ഇനി ഏതെങ്കിലും പാഠഭാഗങ്ങളൊക്കെ നിങ്ങൾക്ക് വേണം എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം മക്കള്? കമന്റ് ചെയ്യണം കേട്ടോ. അപ്പോൾ ഓൾ ദി ബെസ്റ്റ്.